ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 30 വരെയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് HR അസോസിയേറ്റ് എന്നുള്ള പോസ്റ്റാണ്. ഫ്രഷേഴ്സിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, പക്ഷേ ഫ്രഷേഴ്സിനെയാണ് കൂടുതൽ എടുക്കുന്നത്. അത് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഹൈബ്രിഡ് വർക്ക് മോഡലാണ് പറയുന്നത്. വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ യു എന്ന് പറയുന്നത് വർക്ക് ഇൻ ഡൈനാമിക് ആൻഡ് കൊളാബറേറ്റീവ് എൻവയോൺമെൻറ്റ്, ജെയിൻ ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ഇൻ എ കോർ എന്ന് പറയുന്നു. ഡൈനാമിക് വർക്കിൻ്റെ എക്സ്പീരിയൻസും ഉള്ള ആളുകളായിരിക്കണം. പിന്നെ ജെയിൻ ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ഇൻ കോർ എന്ന് പറയുന്നു. അതുപോലെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ ബി പാർട്ട് ഓഫ് എക്സൈറ്റിംഗ് ഇനീഷ്യേറ്റീവ് ദാറ്റ് ഷേപ്പ് ദാറ്റ് കമ്പനി കൾച്ചറിനനുസരിച്ചുള്ള ഒരു പിന്നെ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ മെൻറ്റർഷിപ്പ് ആൻഡ് ട്രെയിനിങ് ആർ എക്സ്പീരിയൻസ്ഡ് ആൻഡ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. മെൻറ്റർഷിപ്പും ട്രെയിനിങ്ങും ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണലിൽ നിന്നാണ് കിട്ടുക. ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് ഓണർഷിപ്പ് ഓർ എക്സൈറ്റിംഗ് എന്ന് പറയുന്നു. അതിൽ വാട്ട് യു വിൽ ഡു അസിസ്റ്റ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടീവ് എൻഗേജിങ് എംപ്ലോയ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാം. പിന്നെ ഒരു HR വർക്ക് എന്താ വെച്ചാൽ അസിസ്റ്റ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടീവ് എൻഗേജിങ് എംപ്ലോയി ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാം പറയുന്നു. സപ്പോർട്ട് സീംലെസ് ഓൺ ബോർഡിങ് പ്രോസസ് ഫോർ ന്യൂ ഹയേഴ്സ്. പുതിയൊരു ജോബിക്ക് വരുന്ന ആളുകളെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, പുതിയ ഹയർ ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പറയുന്നു. അതുപോലെ ടീം ഫോർ ടൈമിലി പേറോൾ പ്രോസസ്സിങ് ആൻഡ് പോളിസി കംപ്ലൈൻസ്. പേറോളും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കറക്റ്റ് ടൈമിൽ തന്നെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഒരു HR കാര്യങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ. അതുപോലെ പിന്നെ പ്രിഫേർഡ് സ്കില്ലാണ് ഫ്രഷ് ഗ്രാജുവേറ്റ് വിത്ത് ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. ഗ്രാജുവേറ്റ് ആയിരിക്കണം, ഫ്രഷ് ഗ്രാജുവേറ്റിനാണ് എടുക്കുന്നത്. അത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നുണ്ട് ഡിഗ്രി യോഗ്യത. പിന്നെ പാഷൻ ഫോർ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡ്രൈവ് ലേൺ ആൻഡ് ഗ്രോ. പിന്നെ സ്ട്രോങ് ഇൻ്റർപേഴ്സണൽ അനലിറ്റിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഡീറ്റെയിൽ ഓറിയൻറ്റഡ് വിത്ത് എക്സലൻറ്റ് ഓർഗനൈസേഷൻ ആൻഡ് കാപ്പബിലിറ്റീസ് പറയുന്നു. പ്രൊഫിഷ്യൻസി ഇൻ MS ഓഫീസ് ടൂൾസ് ആൻഡ് വേർഡ്, എക്സൽ, പവർ പോയിൻ്റ് എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ CV അയക്കേണ്ട അഡ്രസ്സാണ് ഈ കാണുന്നത്. ഇതിലേക്കാണ് നിങ്ങൾ CV അയക്കേണ്ടത്. CV അയക്കുമ്പോൾ അതിൻ്റെ ടൈം ലൈനിൽ വെക്കേണ്ടത് HR അസോസിയേറ്റ് ഫ്രഷേഴ്സ് എന്നുകൂടി വെക്കുക. പെർഫോമാറ്റിക്സ് എന്ന കമ്പനിയാണ് ടെക്നോ പാർക്കിൽ ഇത് പിന്നെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് ഇനി വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.